ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയം ഞാൻ എൻ്റെ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൂടെ കൂടെ കഷ്ടം അനുഭവിക്കുകയും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, കഷ്ടത കൂടി വരുന്നതേ ഉള്ളൂ, കഷ്ടതയ്ക്ക് വലിയ മറുപടി ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് ആകുലരായിട്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് കർത്താവിന് അങ്ങനെ ചിന്തിക്കുന്നവരോട് ഒരു മറുപടി പറയാൻ, ഒരു ദൈവിക സന്ദേശം പറയാനുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം 7-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ താൻ എഴുതുകയാണ്. അതേ, ആ പദങ്ങളെ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അല്പനേരത്തേക്കു മാത്രം ഒരു കഷ്ടത വന്നതുകൊണ്ട്, അല്പസമയത്തേക്ക് മാത്രം ഒരു പ്രതികൂലം വന്നതുകൊണ്ട് എന്നേക്കുമായി അങ്ങേ ദൈവം തള്ളിക്കളഞ്ഞെന്നും അങ്ങേ ദൈവം ഉപേക്ഷിച്ചെന്നും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നും ചിന്തിക്കരുത്. കാരണം തള്ളിക്കളഞ്ഞതിൻ്റെയും അല്പനേരത്തേക്ക് മാത്രം ഉപേക്ഷിച്ചെന്ന് തോന്നിയതിൻ്റെയും പിന്നിൽ അതിമഹത്വത്തോടെയും അതിമഹാകരുണയോടെയും ചേർത്തു പിടിക്കാനുള്ള ദൈവിക പദ്ധതികളായി മാറും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തേക്ക് മാത്രം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ ഒരു വലിയ വേദനയാണ്, ഒരു വലിയ സങ്കടമായ ഒരു പദമാണ്. അധികം സ്നേഹിക്കുകയും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പദത്തിനകത്ത് അതിവേദനയുണ്ടാകാം. എന്താണ് അതിന് കാരണം? സ്തോത്രം, അങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെടുന്നതിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ടും സ്തോത്രം ഒരു മറുപടിയും കാണാതെ വണ്ണം ഒരു സ്തോത്രം വല്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ടോ? ഒറ്റ കാര്യമല്ലേ അതിന്റെ പിറകിലുള്ളൂ. മഹാകരുണയോടെയും മഹത്വത്തോടെയും ചേർത്തു പിടിച്ച് വലിയ മറുപടികൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. പഴയ നിയമത്തിൽ ഒരു ചരിത്ര ഭാഗങ്ങൾ പരിശോധിച്ച് നമുക്ക് സ്തോത്രം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ 7 വർഷത്തേക്ക് ദൈവം ഇസ്രായേൽ മക്കളെ മിദ്യാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായി കാണാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏൽപ്പിച്ചു കൊടുത്തവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുക എന്നുള്ള അടുത്തൊരു പ്രോസസ്സും കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ മിദ്യാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനിലും കിഴക്കേദേശക്കാരും അമാലേക്കരും വന്ന് അവർ വിതച്ചതിനെ മുഴുവനും കൊയ്തുകൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം. ഏൽപ്പിച്ചു കൊടുത്തവൻ തിരിച്ചു പിടിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ചലിക്കുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ചു കൊടുത്തത് എന്നേക്കുമായിട്ടല്ല, അധികം മഹത്വത്തോടെ തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഇന്ന് ഈ സന്ദേശത്തിനകത്ത്, ഈ ദൈവവചന ഭാഗത്തിനകത്ത് നിന്ന് മനസ്സിലാക്കണം. മിദ്യാന്റെ കയ്യിൽ എന്നും അവരെ ഏൽപ്പിച്ചു കൊടുത്തേക്കുകയല്ല. 7 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ദൈവമനുഷ്യനെ, ഒരു ആകാംക്ഷയോടിരിക്കുന്ന ഒരുവരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഗിദെയോൻ എന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൂതൻ മുഖാന്തരം സ്തോത്രം അവന്റെ അടുക്കലേക്ക് ചെന്ന് പറയുന്ന ദൂതിതാണ്: അല്ലയോ പരാക്രമശാലിയെ എന്ന് ഗിദെയോനെ വിളിക്കുന്നത് നമുക്ക് ആ തിരുവചന ഭാഗത്ത് കാണാൻ കഴിയും. ഒരുത്തനെ പോലെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന്
ദൈവത്തിന്റെ അരുളപ്പാടും ആലോചനയും കൈമാറുന്നത് നമുക്ക് ആ വേദഭാഗത്ത് കാണാൻ കഴിയുന്നു. ഇന്ന് എന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ പ്രവചനാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, അങ്ങേ കൈവിട്ടു കളഞ്ഞതല്ല. അധികം മഹത്വത്തോടെ പ്രതാപത്തോടെ അങ്ങേ നിലനിർത്തുവാനുള്ള ദൈവിക പദ്ധതികൾ അണിയറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന അങ്ങേ ഉപേക്ഷിച്ച് കളയാത്തൊരു ദൈവത്തിന്റെ സാന്നിധ്യം അടുത്ത ചില ദിവസങ്ങളിൽ അങ്ങ് തിരിച്ചറിയുവാനിടയായി തീരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗിദെയോന്റെ ഒരു ചോദ്യമുണ്ട്, നമ്മളിൽ പലർക്കുമുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഗിദെയോന് ചോദിക്കുന്നത്, പരാക്രമശാലിയാണെന്ന് എന്നെ വിളിക്കുമ്പോൾ തന്നെ, ദൈവം തിരിച്ചു പിടിക്കുമോ എന്ന് പറയുമ്പോൾ തന്നെ, ഇസ്രായേൽ മക്കളെ നടത്തിയ ഒരു ദൈവത്തെ, പിതാക്കന്മാരെ നടത്തിയ ഒരു ദൈവത്തെ കുറിച്ച് എനിക്കറിയാം, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് വന്നതൊക്കെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളും ഇന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില നിന്ന വർത്തമാനങ്ങളും കേട്ടിട്ട് ഒരു ചോദ്യം നമുക്കുണ്ടാകാം. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ജീവനുള്ള ഇങ്ങനെ ഒരു ദൈവമുണ്ട് എങ്കിലും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വന്ന് ഭവിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നു എന്നൊരു ചോദ്യം ഇന്ന് ഒട്ടനവധി പേരിലും നിലനിൽക്കുന്ന ഒന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറാം, അങ്ങനെ ചോദിച്ച അങ്ങേ കൊണ്ട് ചിലത് ചെയ്യിപ്പിച്ചെടുക്കാൻ, അങ്ങേ കൊണ്ട് വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാരണമാക്കി മാറ്റാൻ ദൈവത്തിന്റെ പ്ലാനുകളുണ്ട്. എത്ര ഭൂരിപക്ഷം പേര് ഒഴിഞ്ഞിരിക്കുമ്പോഴും മാറി നിൽക്കുമ്പോഴും ന്യൂനപക്ഷമായ ഒരുത്തിന് മാത്രം ഹൃദയത്തിൽ ഒരു ചോദ്യം, ഞങ്ങളെ നടത്തിയ പിതാക്കന്മാരെ നടത്തിയ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, എന്നിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ വന്നു ഭവിക്കുന്നതെന്ത്? അതേ ഗിദെയോനെ, ആ മിസ്റ്റർ എന്നും കഷ്ടതയുടെ കയ്പുനീര് കുടിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, എന്നും നിന്നക്കകത്തൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അധികം പ്രതാപത്തോടെ മടക്കിയെടുക്കുമെന്നും തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഇന്ന് ഈ ദൈവവചന അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. യെശയ്യാവ് പ്രവചനാത്മാവിൽ എഴുതുകയാണ്, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും ഞാൻ നിന്നെ വിട്ടുകളഞ്ഞെന്നല്ല, എങ്കിലും ഉപേക്ഷിച്ചെങ്കിലും എവിടെ ഉപേക്ഷിക്കപ്പെട്ടോ അവിടെ നിന്ന് മഹാകരുണയോടെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടെന്ന് ഇന്ന് ഈ ദൈവവചനത്തിൽ മനസ്സിലാക്കണം. അതിന്റെ തൊട്ടു മുന്നിലായിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കണം. മഹാകരുണയോടെ ചേർത്തുകൊള്ളുമെന്ന് പറയും ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ പ്രവചിച്ചു പറയുന്ന ദൂതുകൾ ശ്രദ്ധിക്കണം. അതിന്റെ മൂന്നാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രവചന ശബ്ദമായി ആ മിസ്റ്റർ ഞാൻ കൈമാറുകയാണ്. അതെ, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. മഹത്വത്തോടെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവ ഭക്തനെ, ആ മിസ്റ്റർ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. അടുത്തത് പറയുകയാണ്, ആ മിസ്റ്റർ നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. അടുത്ത പദം ശ്രദ്ധിക്കണമേ, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയുമില്ല. ഇന്ന് ചിലരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുകയാണ്, ഭയപ്പെടരുത്, അങ്ങ് ലജ്ജിച്ചു പോകത്തില്ല. അങ്ങ് ലജ്ജിച്ചു പോകുമെന്ന് ഒരു ചിന്ത എവിടെയോ ഏതോ സാഹചര്യത്തിൽ വന്ന് വീണായിരുന്നു. ലജ്ജിച്ചു പോകുമായിരിക്കാം, ഞാൻ തകർന്നു പോകുമായിരിക്കാം, ഞാൻ ഇവരുടെ മുമ്പിൽ ആ മിസ്റ്റർ ഒന്നുമില്ലാതായി പോകുകയാണല്ലോ, ഞാൻ ലജ്ജിച്ചു പോകുമെന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ദൈവത്തിന്റെ ഈ വചനത്തിലൂടെ പറയുന്നു, അങ്ങ് ലജ്ജിച്ചു പോകത്തില്ല. അങ്ങ് ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്. മഹാകരുണയോടെ ചേർത്തു പിടിക്കുന്ന, മഹാകരുണയോടെ ആമെ തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. എന്നും മിദ്യാൻ വന്ന് വാഴാൻ ദൈവം അനുവദിക്കത്തില്ല, എന്നും അമാലേക്കൻ വാഴാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ, എന്നും തകർച്ചയിൽ തന്നെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിമഹത്വത്തോടെയും മഹാകരുണയോടെയും ദൈവം നമ്മെ ചേർത്ത് പിടിക്കും. ദൈവത്തിന് സ്തോത്രം.
ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സ്തോത്രം പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാളായിട്ടൊരു മറുപടി ലഭിക്കാത്തത് കൊണ്ട് വല്ലാത്തൊരു സ്ട്രഗിളിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും സ്തോത്രം വേദനയിൽ പറയാറുണ്ട്. പക്ഷേ അതിന് ഇന്ന് പരിശുദ്ധാത്മ പറയുന്നൊരു മറുപടി, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും അതിമഹാകരുണയോട് ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ. നാം ക്ഷീണിച്ചു പോകാനുള്ളവരല്ല, തളർന്നു പോകാനുള്ളവരല്ല. അതിമഹത്വത്തോടെ എഴുന്നേൽക്കുവാൻ, അതിമഹത്വത്തോടെ മുൻപോട്ട് പോകുവാൻ, ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും ഈ ദൈവവചന ഭാഗത്തെ ഉരുവിട്ടും കൊണ്ട് അതിമഹത്വത്തോടെ മഹാകരുണയോടെ ചേർത്തുകൊള്ളുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.